ഞാൻ മോർണിംഗ് റണ്ണിന് വന്നാട്ടോ. അപ്പം ഞാൻ അവിടെ വിളക്കുമാടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു ചേട്ടൻ എന്നെ വഞ്ചിയിലങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ റണ്ണിങ് ഷൂ ഒക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഇതിലെയാ ഷൂ ഒക്കെ ഊരി വെച്ചതിനെ പോവാട്ടോ. ഈ ചേട്ടനാണ് എന്നെ കൊണ്ടാന്ന് പറഞ്ഞ. എന്ത് മീനാ കിട്ടിയ? ഞണ്ടാണ്. അപ്പൊ ഞാൻ വള്ളത്തെ കയറട്ടെ കേട്ടോ. അപ്പൊ ഞാൻ വള്ളത്തെ കയറിയിട്ടുണ്ട്. അങ്ങ് കാണുന്ന ടീവൂരൻ ചട്ടിയാട്ടോ. ഇതാണ് വിളക്കുമാടം. നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. വേറെ ചേട്ടൻ മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട്. ആ ചേട്ടന് ടീവൂരമ്പലത്തിൽ തൊഴാൻ വരുന്നതാണ്. പുള്ളി വർഷങ്ങളായിട്ട് വരുന്ന ഇങ്ങനെ. അങ്ങനെ നമ്മള് വിളക്കുമാടം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇവിടെ ഇറങ്ങണം. അങ്ങനെ നമ്മൾ വിളക്കുമാടത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാട്ടോ വന്ന. ഇതെത്ര ദൂരമുണ്ട് ചേട്ടൻ ഇങ്ങോട്ട്? ഒരു അര കിലോമീറ്റർ ഉണ്ട്. 100-200 മീറ്റർ ഉള്ളൂ. അപ്പം അവിടെ നിന്ന് ചേട്ടൻ്റെ പേരെന്ന? രാജു. അപ്പോൾ ഇതാണ് വിളക്കുമാടം. അവിടെ ഒരു തുരുത്തുണ്ടോ? അതെന്താണ്? മാട്. അത് മാട. അത് ഇതുപോലെ കാലിന് നടുക്കൊരു തുരുത്ത്. അവിടെ വേറെ ഒന്നും ഇല്ല. ഇതുപോലെ കാടിങ്ങനെ പിടിച്ചു ഭയങ്കര തുരുത്തായിരുന്നു. ആണോ? ഈ ആൾക്കാർ വന്ന് വെള്ളക്കൊക്കെ അതിനോട് വഴി കുത്തി അടുത്ത് നടക്കണം കേട്ടോ. കേട്ടാ മഴ നടക്കാണ്. മുള്ള് ഇതുപോലെ മുള്ളുണ്ടാവും. ഇത് എത്ര വിസ്താരം ഉണ്ട്? ഇതൊരു 15 സെന്റ്. 15 സെന്റാ? 15 സെന്റ് 10 അവിടെ വരെ ഉണ്ട്. കല്ല് പൊളിഞ്ഞു പോയാണ്. പിന്നെ ഇതുപോലെ കൽക്കട്ടായിരുന്നു. ഇതെന്താണ്? ഇതാണ് നമ്മുടെ പണ്ട് വിളക്ക് വെച്ചിരുന്നത്. വരെ ഉണ്ട്. പൊടിമരം പോലെ ഉണ്ടായിരുന്നു. ഇത് ഈ കിടക്കുന്നത്. ഇത് ഇതാണ് വിളക്ക് മരം അല്ലേ? കുത്തലാണ് വിളക്ക് വെച്ചിരുന്നത്. കുത്തലാണ് വിളക്ക് നമ്മൾ വെച്ചിരുന്നത്. എന്നിട്ട് ഈ വിളക്ക് കണ്ടിട്ട് അപ്പുറം കൂടി വന്ന ബോട്ടൊക്കെ ഈ കരയായിട്ട് കയറരുത്. നമുക്ക് പൈലില്ല പുറത്ത് ഇങ്ങനെ തുറച്ചിരിക്കുന്നു. അതിന് പുറംവഴിയേ പോകും. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഉറച്ചു പോകും. അതുകൊണ്ടാണ് ആ സിഗ്നല് കൊടുക്കാൻ. ഇതൊരു നാവിഗേഷണൽ ബീക്കണാ കേട്ടോ. വിളക്കുമരമാണ്. പണ്ട് വള്ളങ്ങൾക്കും ഇതിനെല്ലാം വെളിച്ചം കിട്ടാൻ ദിശ അറിയാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അപ്പം ഇതെല്ലാമായിരുന്നു. അത് പൊടിഞ്ഞ് വീണാണ് ഈ കാണുന്നത്. ഇതെന്താ സംഭവം? ഈ മുള കൊണ്ട് കെട്ടിയാണ്. ഇതൊക്കെ എന്താ? ഇത് പറഞ്ഞല്ലേ, ഇത് ടൂറിസം രാജഗിരി കോളേജിൽ നിന്ന് വന്ന് പിള്ളേർ മിനിസം കഴിഞ്ഞ വല്ല ഇതുപോലെ സമയത്ത് വന്ന് അവര് മൊത്തം ഇത് മറ്റേ ഇതാണ് ഇരിക്കുന്ന ബെഞ്ച് പോലെ. ആ ബെഞ്ചാക്കിയ. ആ ബെഞ്ചാക്കിയപ്പോ ഈ മുളയല്ലേ, മുള കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈ ഇളത്ത മുളയുണ്ട്. അത് കാരണം അത് ഉറഞ്ഞ് ദ്രവിച്ചു. അവരെ ഒന്നാണ് ആ ഊഞ്ഞാലൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതെന്തായിരുന്നു? ഇത് വലിയ ഇത് കെട്ടിടമായിരുന്നു. 3 പാളി ജെല്ല് ഉണ്ടായിരുന്നു. ഒരു പാളി ഇവിടെ, ഒരു പാളി ഇപ്പുറത്ത്, ഒരുപാളി അപ്പുറത്ത്. നല്ല കഥ, നല്ല സൂപ്പർ കഥ, നല്ല കെട്ടിടമായിരുന്നു. ഇത് ഓടായിരുന്നു മൊത്തം. അത് ഒരു കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ അതിന്റെ കഥവും ജനലും ഇതെല്ലാം വലിച്ചു പൊളിച്ച് ആൾക്കാർ കൊണ്ടുപോയി. രാജേരി കോളേജിൽ ഹിസ്റ്ററിയുടെ കനം കണ്ട? ഹിസ്റ്ററി കണ്ട? അന്നത്തെ ഹിസ്റ്ററി കണ്ട? ഹിസ്റ്ററിയുടെ കനം കണ്ട? നമ്മുടെ ഇപ്പോഴത്തെ ഹിസ്റ്ററി അല്ലേ, കട്ടിയുള്ള വീതി, നല്ല കനമുള്ള ഹിസ്റ്ററി. അന്ന് പുരാതന കാലത്ത് ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ.
ഇത് രാജേരി കോളേജിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്താണ് ഈ ഊഞ്ഞാലും ഇതൊക്കെ. കണ്ടോ, ഈ വിളക്ക് കത്തിക്കാറുണ്ടോ? വിളക്ക് നമുക്ക് ഇവിടുത്തെ പരിപാടിക്ക് അമ്പലത്തിലെ പരിപാടി ബലിയുടെ അനുബന്ധിച്ച് ബലി അതിന് മണ്ണിറക്കിയാണ് നമ്മളിത്. ഓ അത് ശരി. നല്ല വെള്ള മണ്ണാണിത്. മറ്റേ ഇത് ഇപ്പൊ പുല്ല് പിടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പൊ കർക്കിടക ഭാഗമാകുമ്പോ ഇത് മൊത്തം ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് വേറെ മണ്ണ് ഇറക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെ ആൾക്കാർ 2 വരിക്കിരുന്ന് ബലിയിട്ട് ആൾക്കാർ പോകും. കർക്കിടവാവിന് ഇത് അമ്പലത്തിലേക്കുള്ള വിളക്കാണ്. ഇവിടെ കർക്കിടവാവിന് ആൾക്കാർ ഇവിടെ വന്ന് ബലിയിടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്. അപ്പം ഇതാണ് വിളക്കുമാടം. ആൾക്കാർ കള്ളൊക്കെ കുടിക്കണ്ടെന്ന് തോന്നുന്നു ഇവിടെ വന്നിരുന്ന്. കണ്ട, അപ്പോൾ ഇതാണ്. ഈ ബോട്ടിലൊക്കെ കണ്ടോ, ഇതൊക്കെ ഇതിൽ വെള്ളം അടിച്ച് കയറുന്നതാണ്. മഴയത്ത് വെള്ളം പൊങ്ങുമ്പം വെള്ളത്തിൽ നിന്ന് എല്ലാവരും നമ്മുടെ പുഴയും കായലും കടലും എല്ലാം ഇങ്ങനെ പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കുപ്പികളാന്ന് നോക്കി ഈ വെള്ളത്തിൽ നിന്ന് വരുന്നതാണ്. മൊത്തം പ്ലാസ്റ്റിക് കുപ്പി കേട്ടോ. നല്ല പൈസ ടീമൊക്കെയാണ് വന്നത്. നമ്മള് കൊണ്ടുപോയി ചുറ്റിച്ച് വിളക്കുമാടത്തെ കൊണ്ട് ഇറക്കി അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് 10-15 രൂപയൊക്കെ അവര് തരും. നമ്മൾ മേടിക്കല്ലോ. കണ്ടെന്ന് പറഞ്ഞാൽ പോകും. നമ്മളിപ്പോ ഒരാളെയും കൊണ്ട് 2 നമ്മള് തിരിച്ച് പോവാൻ പോവാട്ടോ. സൂര്യനെ അടിച്ചിട്ട് ഒരു 5-5:30 വരുമ്പോ ഇല്ലേ, ഈ സൂര്യൻ താന്ന് ചുവന്ന കളറിലെല്ലാം റെഡ് കളറായിരിക്കും. ഭയങ്കര കളറായിരിക്കും. നമുക്ക് നോക്കാൻ പറ്റില്ല. അതുപോലുള്ള കളറിൽ ഒരു വന്ന് വീഴും. അവിടെ തണ്ണീർമുക്കം ബണ്ടാട്ടോ അങ്ങ് കാണുന്ന. പണ്ട് ജട്ടിന്ന് ബോട്ട് വള്ളമൊക്കെ ഉണ്ടായിരുന്നേ, ആലപ്പുഴ കൊല്ലമൊക്കെ. പക്ഷെ ഇപ്പം ജട്ടി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ നമ്മൾ കരയെത്തി കേട്ടോ. ഈ പുള്ളി വെള്ളം എടുക്കേണ്ട പോയിട്ട് വേണം നമുക്ക് ഈ വെള്ളം കയറ്റാൻ. അപ്പം ഞാൻ വിളക്കുമാടം പോയിട്ട് തിരിച്ച് വന്നിട്ടോ, ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം മാറ്റിട്ടു. അപ്പം നമ്മൾ തിരിച്ച് കരയെത്തി. ഞാൻ എൻ്റെ ഷൂ ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് പോയ. ഷൂ ഒക്കെ ഇടണം. ഇവിടെ നിന്നൊരു 200 മീറ്റർ ഉള്ളെന്ന് പറഞ്ഞു അങ്ങോട്ട്. ഇതെന്നെ വള്ളത്തിൽ കൊണ്ടുപോയ ചേട്ടൻ്റെ വീടാട്ടോ. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ്റെ വൈഫുണ്ട്, ചേച്ചിയാണ് പൂവൊക്കെ നട്ടുപിടിപ്പിക്കണമെന്ന് പറഞ്ഞ്. അതാണ് ചേട്ടൻ്റെ വീട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത് കക്കയുടെ അല്ലേ? ഇത് നിങ്ങൾ വാരി കൊണ്ടുവരണ കക്കയുടെ? ശരി. ഇത് കണ്ടോ, കക്ക വാരി കൊണ്ടുവരുന്നതിൻ്റെ. ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ഒന്നുകൂടെ നമസ്കരിച്ചേടാ. ഇവിടെ ഒരു തത്തമ്മ ഉണ്ട് കേട്ടോ, വിളിച്ചിരിക്കുന്നു. തത്തമ്മ, പൂച്ച പൂച്ച. താഴെ ഇറങ്ങിക്ക, താഴെ ഇറങ്ങി ബാബ. രാജേഷിനെ വിളിച്ച. രാജേഷേ, തത്തമ്മേ, പൂച്ച പൂച്ച. ചുണ്ടിട്ട് കടിക്കുന്നത്. തുറന്നു വിട്ടാ പോയിട്ട്
അങ്ങനെ ഞാൻ വിളക്കുമാടം പോയിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ മോർണിംഗ് റണ്ണ് വന്നായിരുന്നേ. ഞാൻ ഇതിനു മുമ്പ് വരുമ്പോൾ ഇവിടെ മഴയായിരുന്നു, അതുകൊണ്ട് അവിടെ പോകാൻ പറ്റത്തില്ല, വള്ളത്തിൽ കയറി അങ്ങോട്ട് പോകണ്ട, വെള്ളം പൊങ്ങിയേക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനോട് ചോദിച്ച് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പോയത് കേട്ടോ വിളക്കുമാടം കാണാൻ. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഇത് പഴയ ക്ഷേത്രമാണ്, ടിവിപുരം ക്ഷേത്രമാണ് പഴയ, അവിടെയായിരുന്നു. അപ്പോൾ വെള്ളം കയറി പൊങ്ങിയിട്ട് ക്ഷേത്രം നശിച്ച് അങ്ങനെ. അപ്പം പുള്ളി പറഞ്ഞത് തിരുപ്പതി രാജാവ് ഇതുവഴി കപ്പലിൽ വന്നപ്പം തിരുമണി വെങ്കടൻ എന്നാണ് രാജാവിൻ്റെ പേരാന്ന് പറഞ്ഞത്. ഇതാണ് കേട്ടോ പുതിയ ടിവിപുരം അമ്പലം. കൊട്ട് കേൾക്കുന്നുണ്ട്, പൂജയായെന്ന് തോന്നുന്നു. നല്ല സൂര്യപ്രകാശം അല്ലേ. മരം ഉണ്ട് കേട്ടോ, പ്രത്യേക ആൽമാവ് എന്ന് പറയും. ആലും മാവും കൂടെ ചേർന്നിട്ടുള്ള, ഞാൻ കണ്ടില്ല, ഞാൻ ഇനി പോകുമ്പോൾ നോക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല. എന്താ സൂര്യപ്രകാശം. ആലും മാവും ഒരുമിച്ചാണ് നിൽക്കണേ. തടി ഒന്നാണ്. മോളിൽ ചെന്ന് കഴിയുമ്പോൾ ആലിൻ്റെ മാവിൻ്റെയും ഇല പ്രത്യേകമുണ്ട്. അപ്പോൾ അത് ഏത് ഭാഗത്താണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ അമ്പലത്തിനെ ചുറ്റി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് കേട്ടോ ആലും മാവും. ഇത് കണ്ടോ, ഇതാണ് ആലും മാവ് ഒരുമിച്ചുള്ളത് കണ്ടോ. ആൽമാവ് എന്നതിന് പറയണം. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഇവിടെ ശിവയിൽ നടക്കുക. ഒരുപാട് വൈകിയാൽ നേരെ പോവാട്ടോ വീട്ടിലേക്ക്. ഈ റോഡ് എൻഡ് വരെയുള്ള കേട്ടോ. ടിവിപുരത്തിൻ്റെ എൻഡ് എന്ന് പറയണത് ഈ സ്ഥലമാട്ടോ. ഇവിടെ നിന്ന് ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, ബസ് റൂട്ടാണ്. ഇതാ ഒരു ബസ് കിടക്കണം. അപ്പോൾ പറഞ്ഞു വെച്ചത് ഇപ്പം ഞാൻ കാണിച്ചില്ലേ, അതാണ് പുതിയ അമ്പലം കേട്ടോ. അപ്പം എന്താ വെച്ചാൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ തിരുപ്പതി രാജാവിൻ്റെ പേരാണ് തിരുമണി വെങ്കിടൻ. തിരുമണി വെങ്കിടൻ എന്ന് പറഞ്ഞ രാജാവ് ഇതുവഴി കപ്പലിൽ വരുമ്പോൾ അവിടെ പഴയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം അവിടെ വിഗ്രഹം കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ പുള്ളിയാണ് ആ വിഗ്രഹം എടുത്തിട്ട് ഇവിടെ പുതിയ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചതെന്ന്. അതാണ് ഈ പുതിയ അമ്പലം. അപ്പോൾ തിരുമണി വെങ്കിടൻ എന്നുള്ള ആളുടെ പേരിൻ്റെ ചുരുക്കപ്പേരാണ് ടിവിപുരം, തിരുമണി വെങ്കിടൻ എന്നുള്ള. അപ്പോൾ അങ്ങനെയാണ് പറയണത്. പക്ഷെ പണ്ട് നമ്മൾ കേട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ തിരുമണി വെങ്കിടൻ എന്ന് പറഞ്ഞ ഒരു കൊങ്കണി ബ്രാഹ്മണനാണ്. ആള് പെർഷ്യൻ ഇൻവേഷൻ ഭയന്ന് ഫാമിലിയായിട്ട് റെഫ്യൂജ് ഇവിടെ വന്നു. അപ്പോൾ അവർ ആ തുരുത്തിൽ താമസിച്ചു. പുള്ളിയുടെ കയ്യിലൊരു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. മഹാവിഷ്ണു ശ്രീരാമനോ എന്താ അറിയില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം വെള്ളം കയറിയല്ല ഇതായപ്പം അവരിവിടെ നിന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പം ആ വിഗ്രഹം കാലിനടിയിൽ പോയി എന്നാണ് പറയണത്. അപ്പം അത് വീണ്ടെടുത്തിട്ടാണ് ഈ അമ്പലം പണിതേക്കണം. അപ്പം അതുകൊണ്ടാണ് ടിവിപുരം എന്ന് പേര് വന്നെന്നുള്ളതാണ് അവർ പറയണത്. പക്ഷെ ഇപ്പം ഈ പുള്ളി പറഞ്ഞ തിരുമണി വെങ്കടൻ എന്ന് പറഞ്ഞാൽ തിരുപ്പതി രാജാവായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പം എന്തായാലും അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ശ്രീരാമൻ്റെ വിഗ്രഹം 6 അടി പൊക്കമുള്ളതാണ്. അഞ്ജനക്കല്ല് തീർത്ത വിഗ്രഹമാണ്. മഹാവിഷ്ണുവിൻ്റെ പോലെ 4 കൈയുണ്ട്. ശംഖ്, ചക്രമല്ല, ശംഖ്, ഗദ, പത്മം, താമര, പിന്നെന്താണ് ഒരു കയ്യിൽ ഒരു മുദ്രയാണ്. ഇതെന്ത് മുദ്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല.
പിന്നെ ഇവിടുത്തെ ബലിക്കല്ല് ഭയങ്കര വലുത്, നമ്മൾ പുറമേ നിന്ന് അകത്തോട്ട് നോക്കിയാൽ ശ്രീകോവിലൊന്നും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എന്തായാലും വിളക്കുമാടത്തിൽ പോകണം എന്നുള്ള എൻ്റെ ആഗ്രഹം സാധിച്ചു. ഒരുപാട് വൈകി, മണി 7:30 മണിയാവുന്നു. ഇനി എനിക്കൊരു 5 കിലോമീറ്റർ കൂടെ പോകണം. ഞാൻ വേഗം ഓടി പോട്ടെ, ഒരുപാട് വൈകി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ ബൈ. 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാട്ടോ ഓടാൻ. ഇന്ന് വിളക്കുമാടം കാണാൻ പോയതുകൊണ്ട് ഡിലേ ആയത്. അപ്പം എന്തായാലും ഇപ്പം 8 മണി ആയിട്ടുണ്ട്. അപ്പം റൺ ഫിനിഷ് ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. ടീവൂർ അമ്പലം വരെ പോയിട്ട് വരുമ്പോഴേക്കും ഏകദേശം അവിടം വരെ ചെന്ന് തിരിച്ച് വരുമ്പോൾ 10 കിലോമീറ്റർ ആട്ടോ. ജെട്ടിയിലോട്ട് പോവാണെങ്കിലാണ് ഇവിടെ വീടെത്തണമ്പോൾ 10 കിലോമീറ്ററാണ്. ഞാൻ ജെട്ടിയിൽ പോയില്ല, അപ്പം അതുകൊണ്ട് വീടിൻ്റെ അവിടെ വന്ന് പിന്നെ ഇച്ചിരി കൂടെ ഓടേണ്ടി വന്ന് ഏതായാലും 10 കിലോമീറ്റർ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 ബൈ.